റെനോ 14 വേഴ്സസ് വിവോൻ്റെ T4 അൾട്ര ഇവ തമ്മിലുള്ള വ്യത്യാസം ഏതാണ് ബെസ്റ്റ് എന്നാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഡിസ്പ്ലേ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഓപ്പോ ഫോണിനെക്കാട്ടിലും കുറച്ചും കൂടി അഡ്വാൻറ്റേജ് കൂടിയ ഡിസ്പ്ലേ ആണ് വിവോയിലുള്ളത്. കാരണം ഇതിൽ 1200 നിറ്റ്സിൻ്റെ ബ്രൈറ്റ്നസ് ആണ് ഉള്ളത്. പക്ഷേ അതിൽ 5000 നിറ്റ്സിൻ്റെ ബ്രൈറ്റ്നസ് ഉണ്ട്. പക്ഷേ പ്രൊട്ടക്ഷനിൽ വിവോ ആണ് മെയിൻ. അതിലെന്താ പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ കർവ് ഡിസ്പ്ലേ ആണ്, ഇത് ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. അപ്പോൾ ആ ഡിസ്പ്ലേ ഏതാണ് ബെസ്റ്റ് നിങ്ങൾ തന്നെ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ബിൽഡ് ക്വാളിറ്റിയിൽ ഓപ്പോ ആണ് മെയിൻ. അതായത് ഫ്രെയിമൊക്കെ മെറ്റലാണ്, ബാക്കും ഫ്രണ്ടും ഗ്ലാസ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് ഫ്രെയിം പ്ലാസ്റ്റിക് ആണ്. ബാക്കിലും ഫ്രണ്ടിലും ഏതാണ് പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുള്ളത് എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല. പിന്നെ അതിൽ വാട്ടർ പ്രൂഫ് പ്രൊട്ടക്ഷൻ ഉണ്ട്. അതിൽ വാട്ടർ റെസിസ്റ്റൻറ്റ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ആലോചിക്കണം. പിന്നെ ക്യാമറയ്ക്ക് നോക്കുകയാണെങ്കിൽ സെയിം ക്യാമറ തന്നെയാണ് അവിടെയും ഇവിടെയും ഉള്ളത്, ബാക്ക് ക്യാമറ. പക്ഷേ ഇതിൽ 120x സൂമുണ്ട്, അതിൽ 100x സൂമേ ഉള്ളൂ. ക്യാമറ ക്വാളിറ്റി ഏതാണ് ബെസ്റ്റ് അത് നിങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. പക്ഷേ ഫ്രണ്ട് ക്യാമറ ഓപ്പോ ആണ് മെയിൻ. ഇതിൽ 50 മെഗാപിക്സലിൻ്റെ ക്യാമറ ഉണ്ട്. ആ ഫോണിൽ 32 മെഗാപിക്സലിൻ്റെ ക്യാമറയേ ഉള്ളത്. ബാറ്ററി കപ്പാസിറ്റി പോയി നോക്കുകയാണെങ്കിൽ അതും ഓപ്പോ തന്നെയാണ് മെയിൻ. 6000 mAh ബാറ്ററിയും അതേപോലെ 80 വോൾട്ടിൻ്റെ ചാർജും ഇതിലുണ്ട്. വിവോൻ്റെ ഫോണിൽ നോക്കുകയാണെങ്കിൽ 5500 mAh ബാറ്ററിയും 90 വോട്ടിൻ്റെ ചാർജാണ് ഉള്ളത്. ഈ ഒരു ഫോണിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 500 mAh ബാറ്ററി കമ്മിയാണ് വിവോ T4 അൾട്രയിൽ ഉള്ളത്. പിന്നെ സ്റ്റോറേജ് ടൈപ്പും റാം ടൈപ്പും ഒക്കെ ഏകദേശം സെയിം തന്നെയാണ്. പിന്നെ ഒരു ഡിഫറൻസ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പെർഫോമൻസിലാണ്. ഓപ്പോ ഡൈമെൻസിറ്റീൻ്റെ 8350 എന്നൊരു പ്രൊസസ്സറാണ് കൊടുത്തിട്ടുള്ളൂ. പക്ഷേ വിവോയിൽ ഇതിനെക്കാട്ടിലും കുറച്ചും കൂടി അപ്ഗ്രേഡ് ആയിട്ടുള്ളൊരു പ്രൊസസ്സറാണ്. അത് ഡൈമെൻസിറ്റീൻ്റെ 9300 എന്നൊരു പ്രൊസസ്സറാണ് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിനെക്കാട്ടിലും പെർഫോമൻസ് കൂടുതലായിട്ടുള്ള പ്രൊസസ്സറാണ് നമ്മുടെ വിവോൻ്റെ T4 അൾട്ര ഫോണിലുള്ളത്. പിന്നെ ഒരു ഡിഫറൻസ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസിലാണ്. ഇത് 38,000 രൂപയാണ് ഈ ഓപ്പോൻ്റെ പ്രൈസ് വരുന്നത്. ആ ഫോണ് പ്രൈസ് ഉള്ളൂ. ബാക്കിയെല്ലാം ഏകദേശം സെയിം തന്നെയാണ്. പിന്നെ ഇതിൽ NFC സപ്പോർട്ട് ഇല്ല. ഇനിഷ്യലിന് ഒരു പേര് കൊടുത്തിട്ടുണ്ടെന്നുള്ളൂ, പക്ഷേ അതുകൊണ്ട് വലിയ ഉപയോഗം ഇല്ല. സത്യത്തിൽ പറഞ്ഞാൽ റെനോ 14ൽ NFC-ൻ്റെ സപ്പോർട്ടില്ല. പക്ഷേ വിവോയിൽ NFC സപ്പോർട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആലോചിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഡിഫറൻസ് വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഓപ്പോ എടുക്കണം എന്നുണ്ടെങ്കിൽ 38,000 രൂപ കൊടുക്കണം. 38,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി നിങ്ങൾക്ക് അടിപൊളിയായിട്ടും പിന്നെ ഫ്ലാറ്റ് ഡിസ്പ്ലേ നിങ്ങൾക്ക് 500 mAh ബാറ്ററി കപ്പാസിറ്റി കൂടുതൽ കിട്ടും. അതേപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളും കിട്ടും. പക്ഷേ എന്തുകൊണ്ട് നോക്കുകയാണെങ്കിൽ ഇതിനെക്കാട്ടും ബെസ്റ്റ് ഫോൺ തന്നെയാണ് വിവോ T4 അൾട്ര.